ആലപ്പുഴ SD കോളേജിൽ ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവത്തിൽ ഗുരുതര വീഴ്ച. ചോദ്യപേപ്പർ മാറി നൽകിയ വിവരം പ്രിൻസിപ്പൽ മറച്ചുവെച്ചു. ആദ്യഘട്ടത്തിൽ പഴിചാരിയത് വിദ്യാർത്ഥികളെ. എന്നാൽ പിന്നീട് പിഴവ് സമ്മതിച്ച് സർവകലാശാലയ്ക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ പാലാഴി, ഈ കാര്യത്തിൽ അധികൃതരുടെ ഗുരുതര വീഴ്ച അത് മറച്ചുവെക്കുന്നതിനുള്ള ശ്രമം കോളേജ് അധികൃതർ പ്രിൻസിപ്പലൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന നിലയിൽ നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കത്ത് അതിനെയൊക്കെ തെറ്റാണ്, ആ കാര്യമൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അശ്വിൻ? ദിലീപ് കുമാർ, ഫെബ്രുവരി 4-ാം തീയതി 1ാം വർഷ UG വിദ്യാർത്ഥികളുടെ 1ാം സെമസ്റ്റർ പരീക്ഷാഫലം വന്നപ്പോഴാണ് 100-ലധികം വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നത്. ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ കോളേജ് അധികൃതരോട് ചോദിച്ച വിശദീകരണത്തിൽ അന്ന് പ്രിൻസിപ്പൽ വിദ്യാർത്ഥികൾ പരീക്ഷാ കോഡ് തെറ്റായി എഴുതിയതാണ് ഇത്തരത്തിൽ ഫലം തടഞ്ഞു വെക്കാൻ കാരണമെന്നുള്ളതായിരുന്നു. പിന്നീട് ഇത്തരത്തിലൊരു ക്രമക്കേട് അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള സംശയത്തിന്റെ പുറത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭം ആലപ്പുഴ SD കോളേജിൽ വലിയ തോതിൽ ആഞ്ഞടിച്ചു. അങ്ങനെ പോലീസ് ക്യാമ്പസിലെത്തുന്നു. പോലീസും കോളേജ് അധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ അന്ന് പ്രിൻസിപ്പലാണ് വാക്കാൽ ഒരു കുറ്റസമ്മതം പോലീസിനോട് നടത്തുന്നത്. അധ്യാപകർ ചോദ്യപേപ്പർ മാറി നൽകിയതാണ് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പവും പ്രശ്നവും ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത്. പിന്നീട് വലിയ അങ്ങനെ കഴിഞ്ഞ ജനുവരി 22-ാം തീയതി ആലപ്പുഴ SD കോളേജിൽ ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവത്തിൽ ഗുരുതര വീഴ്ച. ഇക്കാര്യത്തിൽ പിഴവ് സമ്മതിച്ച് സർവകലാശാലയ്ക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിലാണ് ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദികൾ വിദ്യാർത്ഥികളല്ല എന്ന കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.